ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇങ്ങനെ വിചാരിക്കലാണെ, നമ്മളെ വെള്ളാപ്പള്ളിന്റെ കക്കൂസ് ഇന്നലെ പൊട്ടിനല്ലോ. ആ കക്കൂസ് പൊട്ടിക്കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് വേറൊരു കക്കൂസും കൂടി പൊട്ടണല്ലോ എന്ന് എന്റെ അനുമാനം തെറ്റിയില്ല. വെള്ളാപ്പള്ളിന്റെ കക്കൂസ് പൊട്ടിയപാട് മറ്റേ കക്കൂസും പൊട്ടി, നമ്മളെ പൂഞ്ഞാലിലെ കക്കൂസ്. വെള്ളാപ്പള്ളി, നിന്റെ കക്കൂസ് ടാങ്ക് 2 മുറിയാണെങ്കിൽ എന്റെ കക്കൂസ് ടാങ്ക് 10 മുറിയാന്നും പറ്റി പൂഞ്ഞാലിലെ ആ വലിയ കക്കൂസ് ടാങ്ക് ഇന്ന് പൊട്ടി. വളരെ മനോഹരമായിട്ട് വൃത്തികേടോടുകൂടി തന്നെ പൊട്ടി. നമുക്ക് എന്തായാലും പൂഞ്ഞാലിലെ കക്കൂസ് പൊട്ടുന്ന മനോഹരമായ ദൃശ്യം ഘട്ടം ഘട്ടമായി കണ്ടിട്ട് വന്നാലോ? ബാ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ചിരിക്കുന്ന സംഭവം ഏറെ വിവാദമായിരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുൻ ഗവൺമെന്റ് ചീഫ് വിപ്പായ PC ജോർജിന് എന്താണ് പറയാനുള്ളത്? ഈ വിഷയത്തിൽ സാർ എന്താണ് പ്രതികരണം? ചീഫ് വിപ്പല്ലടാ, ചീഫ് വെപ്പ്. പാരവപ്പിന്റെ ചീഫാണ് മൂപ്പർ ആരുടെയൊക്കെ കൂടെ കൂടിയിട്ടുണ്ടോ അവരെയൊക്കെ മൂപ്പര് പാര വെച്ചിട്ടുണ്ട്. നല്ല ചീപ്പ് പാരേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ചീപ്പിന്റെ മനോഹരമായ പൊട്ടൽ കണ്ടിട്ട് വന്നാലോ? വാ. ഞാൻ 100% വെള്ളാപ്പള്ളി നടേശനെ അനുകൂലിക്കുകയാണ്. ഈ രാജ്യത്ത് ഒരു മത നേതാവാണ് അദ്ദേഹം. ഒരു സമുദായത്തിൻ്റെ പ്രിയങ്കനായ ജനനേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശനോട് പത്രക്കാരനാണെങ്കിൽ ഒരു മര്യാദ വേണ്ടേ, സംസാരിക്കാൻ മര്യാദ വേണ്ടേ? ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യനോട് ഇച്ചിരി മാന്യമായിട്ട് സംസാരിക്കണ്ടേ? ഏത് ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം, പക്ഷെ അത് മാന്യതയോടുകൂടി ചോദിക്കണം. ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ചെയ്ത് 100% ശരിയാണെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഉയ്യന്റെ മോനെ, PCന്റെ വായിന്ന് മാന്യത എന്നൊക്കെ വരുന്നു. എന്താ സംഭവിച്ച PCന്റെ വായിന്ന് മാന്യത എന്ന് വന്നപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി PC. പിന്നെ പറ PC, ആ റിപ്പോർട്ട് നമ്മളെ വെള്ളാപ്പള്ളിനോട് എങ്ങനെയായിരുന്നു ചോദ്യം ചോദിക്കേണ്ടിയിരുന്നത്? നിങ്ങൾ മാന്യത എന്ന് ഉദ്ദേശിച്ചത് നിങ്ങളും വെള്ളാപ്പള്ളി സംസാരിക്കുന്ന ഒരു രീതിയില്ലേ, ഒരു ഭാഷയില്ലേ, ആ രീതിയിൽ ആ റിപ്പോർട്ടർ സംസാരിക്കണമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അത്രക്കൊക്കെ മാന്യമായിട്ട് സംസാരിക്കാൻ പറ്റില്ലേ കേരളത്തിലെ റിപ്പോർട്ടർമാരെ കൊണ്ട് പറ്റുമോ? എന്റെ PC, എന്റെ ഒരു അഭിപ്രായത്തിലുണ്ടല്ല, കേരളത്തിൽ മാന്യതയെ കുറിച്ച് സംസാരിക്കാൻ പറ്റി ജീവിച്ചിരിക്കുന്ന 2 ആൾക്കാരേ ഉള്ളൂ. അത് വെള്ളാപ്പള്ളി നടേശനും നമ്മളെ PC ജോർജും മാത്രമാണ്. ആ മാന്യതയെ കുറിച്ച് സംസാരിക്കാൻ അവകാശമുള്ള 2 ആൾക്കാർ. നമുക്ക് PCയുടെ അടുത്ത മാന്യതയുള്ള വസ്ത്രം കേട്ടിട്ട് വരാം. വാ. അദ്ദേഹം പറഞ്ഞ അതിന് എന്താ ഇത്ര വിഷമിക്കേണ്ട കാര്യം? ഈ മുസ്ലിംക്ക് അതിനകത്ത് ഒരു ഫീലിംഗ് ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ 45% മുസ്ലിം ഉള്ളൂ. എല്ലാവരും പറയുന്നത് അല്ല, 55% ഉള്ളൂ. ബാക്കി 45 ആ 45 ഹിന്ദുക്കളാണ് കൂടുതൽ. അവർ വല്ല 2-3% കൃത്യമാണ്, ബാക്കി മുഴുവൻ മുസ്ലിങ്ങളാണ്, ഹിന്ദുക്കളാണ്. അവിടെ 18 വിദ്യാഭ്യാസം ഉണ്ടായാലും ഒരെണ്ണം SNDPക്കും, ബാക്കി 17 മുസ്ലിം ലീഗും. അത് തെറ്റായ നടപടിയായിപ്പോയി എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ വിഷമിക്കേണ്ട കാര്യമില്ല. അത് ചെയ്യേണ്ട എന്താ, അദ്ദേഹത്തിന് 2-3 സ്കൂളുകൾ വേണേൽ കൊടുത്തേക്കണം. ആയിരക്കണക്കിന് സ്കൂളുകൾ കേരളത്തിൽ SNDPക്ക് ഒരു 3-4 സ്കൂൾ കൊടുത്ത് കുഴപ്പമല്ലോ ഉണ്ടോ? ഞാനത് കൊടുക്കണമായിരുന്നു ഇപ്രകാരം. അതിന് വെള്ളാപ്പള്ളിയെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. മുസ്ലിങ്ങളെല്ലാം അവിടെ കൊല്ലുമെന്ന് പറഞ്ഞ് അങ്ങനെയൊന്നും ഇറങ്ങുന്ന ശരിയായ നടപടിയില്ല. മാന്യതയുള്ള മുസ്ലിം സമൂഹത്തെ ആരും ബഹുമാനിക്കും. പക്ഷേ രാജ്യദ്രോഹികളായി പാകിസ്ഥാൻ പക്ഷപാതികളായി നിന്നുകൊണ്ട് പാകിസ്ഥാൻ വന്ന് PC ജോർജിന്റെ വായിന്ന് പാകിസ്ഥാൻ വന്ന്. അപ്പൊ ഇത് PC ജോർജ് തന്നെ കേട്ടാ. ഞാൻ ആദ്യമുണ്ടല്ലോ PC മാന്യതയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നിട്ട് ഏതോ AI കൊണ്ടുണ്ടാക്കിയ PC ആണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ പാകിസ്ഥാനിൽ വന്നതോടുകൂടി ഇത് നമ്മൾ ഒറിജിനൽ PC തന്നെ അല്ലേ? PC ഇപ്പൊ പുതിയൊരു കണക്ക് പറഞ്ഞല്ല, മുസ്ലിങ്ങൾ 55%, ഹിന്ദുക്കൾ 45%. മലപ്പുറത്ത് കുറച്ചു കാലം മുന്നേ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞേ മലപ്പുറത്ത് 90% മുകളിൽ മുസ്ലിങ്ങളാണെന്ന്? എന്റെ PC വൃത്തികേട് പറയുമ്പോഴല്ല, ഏതെങ്കിലും ഒരു വൃത്തികേടില് പറഞ്ഞ ഏതെങ്കിലും ഒരു വൃത്തികേടിൽ ഉറച്ചു വെക്കണം കേട്ടാ. എന്റെ PCക്ക് കണക്കറിയായിട്ടാണ്. മലപ്പുറത്തുണ്ടല്ല 70%-ലധികം മുസ്ലിങ്ങളാണ്. ആ സംഭവം ഒന്ന് ആദ്യം മനസ്സിലാക്കി കേട്ടാ. പിന്നെ പണ്ടുണ്ടല്ല, മുസ്ലിങ്ങളോടും വെള്ളാപ്പള്ളിയോടും സ്കൂള് വേണോ കള്ളുഷാപ്പ് വേണമെന്ന് വെച്ച്. അപ്പൊ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് നമുക്ക് സ്കൂള് മതിയെന്ന്. നിങ്ങളെ ചങ്ങായി വെള്ളാപ്പള്ളി എന്താ പറഞ്ഞറിയാം, എനക്ക് ഷാപ്പ് മതി. അതാകുമ്പോ ഒരുപാട് പൈസ പെട്ടെന്ന് ഉണ്ടാക്കാല്ല. അങ്ങനെയാണ് PC നമ്മളെ വെള്ളാപ്പള്ളി ഒരുപാട് കള്ളുഷാപ്പ് എടുത്തത്. എന്നിട്ട് ആ ഷാപ്പ് കൊണ്ട് ഒരുപാട് കാശുണ്ടാക്കിയ ശേഷം ഇപ്പൊ ഷാപ്പും കള്ളും ഒന്നും ആർക്കും വേണ്ടാണ്ടായപ്പോ നമ്മളെ വെള്ളാപ്പള്ളി മെല്ലെ തിരിച്ചു വരെയെന്ന്, എനിക്ക് ഷാപ്പും കള്ളും വേണ്ട, എനിക്ക് സ്കൂള് മതി എന്നും പറഞ്ഞിട്ട്. എന്റെ PC വെള്ളാപ്പള്ളി ഉണ്ടല്ല, ചില സമയത്ത് നിങ്ങളെക്കാൾ അഴുക്കാണ് വെള്ളാപ്പള്ളി. നമുക്ക് PCയുടെ അടുത്ത മനോഹരമായ വൃത്തികെട്ട മൊഴിമുത്തുകൾ കേട്ടിട്ട് വരാം. രാജ്യത്തെ എതിർക്കുന്ന മുസ്ലിം വിഭാഗം വളർന്നു വരിക, അതിലൊരു പ്രവർത്തകനാണ് ആ പത്രക്കാരൻ എന്നാണ് ഞാനും കരുതുന്നത്. വെള്ളാപ്പള്ളി അതാ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയെ അനുകൂലിക്കാൻ ഈ ഇന്ത്യ മഹത്തായ ഭാരതത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അവകാശമല്ല, ബാധ്യതയുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇങ്ങനൊരു പ്രതികരണം PC ജോർജിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു അവസ്ഥ? എന്നെ കൊല്ലാൻ വന്നല്ലേ ഉമ്മാര്, കൊല്ലട്ടെ. ഞാനിങ്ങനെ കിടപ്പുണ്ടല്ലോ, എപ്പോൾ കൊല്ലാൻ പറയാം, കൊല്ലുന്നതിന് കൊല്ലാം. പക്ഷേ ഞാനങ്ങ് പേടിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇത് കാണട്ടെ, അതൊന്ന് നേരിടാൻ തയ്യാറാണ്. എനി ടൈം ഇമാർ വിളിക്കാം, എവിടെ ചെല്ലണം എന്ന് ഇമാർ പറഞ്ഞാൽ ഞാൻ കൂടി ചെന്നേക്കാം. ഇമാർ കൊല്ലുന്ന കൊല്ലട്ടെ. ഈ സത്യം പറഞ്ഞാൽ കൊല്ലും, അത് കാണണമല്ലോ. അത് കാണണല്ല, ആർക്കാണ് PCനെ തൊടാൻ ധൈര്യമുള്ളത്? ധൈര്യമുള്ള ആള് പൂഞ്ഞാലിൽ പോയിട്ട് PCനെ തൊട്ടാട്ടെ. ഇന്ത്യ കണ്ട, ലോകം കണ്ട ഏറ്റവും വലിയ ധൈര്യശാലിയാണ് നമ്മളെ പൂഞ്ഞാലെ PC ജോർജ്. അതാണ് കുറച്ചു കാലം മുന്നേ നമ്മളെ കോടതി PC ജോർജിനെ റിമാൻഡ് ചെയ്തില്ലേ? ആ റിമാൻഡ് കേട്ടപാട് നമ്മളെ PC ജോർജ്
വെട്ടിയിട്ട വാഴത്തണ്ടില്ലേ അതുപോലെ അങ്ങ് വീണത്. എന്നിട്ട് നമ്മളെ ധൈര്യശാലിയായ പി സി ഉണ്ടല്ല 2 ആഴ്ചയാണ് ഹോസ്പിറ്റലിൽ കിടന്നത്, പേടിച്ച് വിറച്ച് കിടന്നത്. അത്രക്കും പേടിയുള്ള ധൈര്യശാലിയാണ് നമ്മളെ പൂഞ്ഞാലിലെ പി സി ജോർജ്. അത് മാത്ര നമ്മളെ പി സിന്റെ അരയിലുണ്ടല്ല ഒരു തോക്കുണ്ട്, നല്ലൊരു കളിത്തോക്ക്. ആ തോക്കും വെച്ചിട്ടാണ് നമ്മളെ പി സി ജോർജ് നടക്കല്. അത്രമാത്രം ധൈര്യമുണ്ട് നമ്മളെ പി സി ജോർജിന്. കുറച്ചു കാലം മുന്നേ പൂഞ്ഞാലിൽ ഏതോ ഒരു എസ്റ്റേറ്റിൽ പോയിട്ട് അവിടുത്തെ ജോലിക്കാരോട് പി സി വേണ്ടാത്തൊരു ഡയലോഗ് പറഞ്ഞു. അപ്പൊ ജോലിക്കാർ മൊത്തം പി സിനെ അങ്ങ് വളഞ്ഞ്. അപ്പോണ്ടല്ല പി സി ഒറ്റ പൊട്ടിക്കരച്ചിട്ട് ഒരൊറ്റ ഓട്ടാ പി സി. ആ പി സിന്റെ ഓട്ടം ഉണ്ടല്ല വീട്ടിലെത്തിയിട്ടാ നിന്നെ. അത്രമാത്രം ധൈര്യമുണ്ട് നമ്മളെ പി സി ജോർജിന്. അത്രയും ധൈര്യമുള്ള പി സി ജോർജിനെ പേടിപ്പിക്കാണ്ടിരി ആരാണ് ഇന്ത്യയിൽ വളർന്നിട്ടുള്ളത്? അത്രയും ധൈര്യശാലിയായ പി സി ജോർജിന്റെ ലാസ്റ്റത്തെ തള്ളുകൂടി കേട്ടിട്ട് വരാം. ഒരു 10-25 വയസ്സുള്ള ചെറുപ്പക്കാരെങ്കിൽ ഒരു ചന്തപ്പിള്ളരോട് സംസാരിക്കുന്നവരൊക്കെ വെള്ളാപ്പള്ളിയോട് സംസാരിക്കാൻ പാടില്ല. അതാണ് എന്റെ അഭിപ്രായം. അതാണ് പി സിയുടെ അഭിപ്രായം. ഒരുമാതിരി ചന്തപ്പിള്ളരോട് സംസാരിക്കും പോലെ വെള്ളാപ്പള്ളിയോട് സംസാരിക്കാൻ പാടില്ല. ചന്തപ്പിള്ളർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയാം? പി സി ജോർജിനോട് സംസാരിക്കും പോലെ വെള്ളാപ്പള്ളിയോട് സംസാരിക്കാൻ പാടില്ലാന്ന് നമ്മളെ പി സി ജോർജ് പറയുന്നത്. നമ്മളെ നാട്ടിലൊക്കെ പറയും ചങ്കും മങ്കുന്ന്. അതുപോലെ ഒരുമിച്ച് കൂട്ടിക്കെട്ടാൻ പറ്റിയ 2 ആൾക്കാരാണ് നമ്മളെ പി സി ജോർജും വെള്ളാപ്പള്ളി നടേശനും. കേരളത്തിന്റെ 2 പുതിയ സാംസ്കാരിക നായകന്മാർ. ഇനി സ്കൂളുകളിൽ നമ്മളെ കുട്ടികളുണ്ടല്ല വെള്ളാപ്പള്ളിനെയും പി സി ജോർജിനെയും ജീവചരിത്രം പഠിപ്പിക്കണം. എന്തിനാണെന്നറിയാം? നമ്മളെ കുട്ടികൾ ഇവരെ കുറിച്ച് പഠിച്ചിട്ട് ജീവിതത്തിൽ ഒരിക്കലും ഭാവിയിൽ ഒരിക്കലും ഇവരെ പോലെ ആകാതിരിക്കാൻ വേണ്ടിയാണ് ഇവരെ ജീവചരിത്രം പഠിപ്പിക്കേണ്ടത്. അപ്പൊ വെള്ളാപ്പള്ളിയിലെ ചെറിയ കക്കൂസ് പൊട്ടിയപ്പം കൂട്ടായിട്ട് പൂഞ്ഞാലിലെ ആ വലിയ കക്കൂസും പൊട്ടി. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.